പി യു ദാസ്, ഇവിടെ പുനർനിർമ്മാണം എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, പുനരധിവാസവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ജനപഥങ്ങളെ പുനർനിർമ്മിക്കുക എന്ന് പറയുമ്പോൾ വയനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്. ഈ മുണ്ടക്കൈ മേഖലയെ സംബന്ധിച്ച് ഭൗമശാസ്ത്രപരമായി തന്നെ വാസയോഗ്യമല്ലാത്തത്രയും ചെരിവുള്ള പ്രദേശമാണ്. അത് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെ വിളിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ, പുത്തുമല മോഡലിൽ ആ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യവാസം മാറ്റുകയും വേറൊരു സ്ഥലത്ത് ഈ മനുഷ്യരെ എല്ലാം അധിവസിപ്പിക്കുകയും വേണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊരു വലിയ മേഖലയാണ്. മുണ്ടക്കൈ നിവാസികൾ പറയുന്നത് ഞങ്ങൾ അയൽക്കാർ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടുകാർ എന്നുള്ളതൊരു വലിയ ബലമാണ്. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം വേറൊരു സ്ഥലത്താണെങ്കിലും ഒരുമിച്ച് വേണം എന്നുള്ളതാണ്. അങ്ങനെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സമഗ്ര പുനരധിവാസ ഗ്രാമം എന്നുള്ളത് സാധ്യമാകുമോ? വയനാട്ടിൽ സാധ്യമാകുമോ? എന്തൊക്കെയാണ് അതിനകത്തെ വെല്ലുവിളികൾ? വയനാടിനെ സംബന്ധിച്ച് നോക്കൂ, വയനാടിന്റെ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ 4/3 ഭാഗവും ഉയർന്ന കുന്നുകളാണ്. അതായത് ജില്ലയുടെ ഓൾമോസ്റ്റ് ഒരു 40% വരെ ഉയർന്ന കുന്നുകളുള്ള സ്ഥലങ്ങൾ. നമുക്ക് അതിർത്തികൾ ഓരോ പഞ്ചായത്ത് എടുത്ത് നമുക്ക് നോക്കാൻ കഴിയും. അമ്പലവയൽ പഞ്ചായത്ത്, നെന്മേനി പഞ്ചായത്ത്, മുപ്പേനാട് പഞ്ചായത്ത്, മേപ്പാടി പഞ്ചായത്ത്, വൈത്തിരി, പൊഴുതന, പടിഞ്ഞാറത്തറ, വെള്ളമുണ്ട, തൊണ്ടർനാട്, അതുപോലെ തന്നെ തവിഞ്ഞാൽ, തിരുനെല്ലി, ഈ പഞ്ചായത്ത് അതിർത്തി പഞ്ചായത്തുകളാണ്. ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ തന്നെ ഉയർന്ന കുന്നുകളാണ്. അതായത് കബനി നദിയുടെ ഉത്ഭവ പ്രദേശങ്ങളാണ്. ഒപ്പം തന്നെ ചാലിയാറിലേക്കുള്ള ഒരു 150 സ്ക്വയർ കിലോമീറ്ററിന്റെ വൃഷ്ടി പ്രദേശമാണ്. ഇത് വളരെ ഹൈലി വളണറബിൾ എന്ന് പറയാവുന്ന രൂപത്തിലുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ഈ ഏറ്റവും കൂടുതൽ ഇന്ന് തോട്ടങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. നല്ല വനപ്രദേശമായിരുന്നു. 1800കളുടെ അവസാനത്തിലും 1900ന്റെ ആദ്യത്തിലുമായിട്ട് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വനനശീകരണമാണ് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ ശരിക്കും പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതങ്ങൾക്ക് കാരണമായി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സ്ഥലങ്ങളുടെ നല്ലൊരു ശതമാനവും ഇന്ന് തോട്ടഭൂമിയാണ്. ഇവിടെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനായിട്ടുള്ള സാഹചര്യം വളരെ കുറവാണ്. ഫോറസ്റ്റ് വനമാണ്, ഒപ്പം തന്നെ തോട്ടങ്ങളാണ്. നല്ല എസ്റ്റേറ്റുകളാണ്, ടീ പ്ലാന്റേഷനും ഒപ്പം തന്നെ കോഫി പ്ലാന്റേഷനും ഒക്കെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്നത്. ബാക്കിയുള്ളത് താഴ്വാര പ്രദേശങ്ങളാണ്. കുറെ ഭാഗം താഴ്വാര പ്രദേശങ്ങൾ. ഈ താഴ്വാര പ്രദേശങ്ങൾ ഇന്ന് കാണുന്ന വയലുകളൊക്കെ തന്നെ പഴയ ചതുപ്പുകളാണ്. ഒരു 400-500 വർഷമായിട്ടുള്ള ഈ ചതുപ്പുകളെ തരം മാറ്റി വയലുകളാക്കി ഇന്നത്തെ തരത്തിലുള്ള നെൽകൃഷിയോ ഇന്ന് കാണുന്ന വാഴകൃഷിയിലേക്കോ മാറ്റിയിട്ടുള്ള രൂപത്തിലേക്ക് വന്നത്. ഇവിടെയും വാസയോഗ്യമായിട്ടുള്ള സ്ഥലം വളരെ കുറവാണ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ, അതായത് നിറഞ്ഞ സ്ഥലങ്ങളായിട്ട് കിടക്കുന്ന ഏതാനും പഞ്ചായത്തുകൾ, ഇപ്പോൾ നമുക്കറിയാവുന്ന, വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കുറെ പഞ്ചായത്തുകളുണ്ട്. ഇതിൽ തന്നെ നല്ലൊരു ശതമാനം ഫ്ലഡ് സോണുകളാണ്. വെള്ളം കയറ്, അതായത് അതിതീവ്ര മഴയോ അസ്വാഭാവിക മഴയോ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറി മൂടുന്ന, വെള്ളപ്പൊക്കത്തിന്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് പ്രദേശങ്ങൾ. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ പ്രദേശങ്ങൾ തൊട്ട് അങ്ങ് പുൽപ്പള്ളി, മുള്ളംകൊല്ലി പ്രദേശങ്ങൾ വരെ ഇത്തരത്തിലുള്ള അതിന്റെ ഗ്രാമപ്രദേശങ്ങളും നിരന്ന പ്രദേശങ്ങളും തന്നെ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി അനുഭവിക്കുന്നത്. അതിനു പുറമെയാണ് അതിർത്തിയുള്ള വനഗ്രാമങ്ങളായിട്ടുള്ള അവിടുത്തെ ഡിസ്പ്യൂട്ട്, മാൻ ആനിമൽ ഡിസ്പ്യൂട്ടുള്ള കുറെ സ്ഥലങ്ങൾ. ഒപ്പം തന്നെ വരൾച്ച വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന മുള്ളംകൊല്ലി, പുൽപ്പള്ളി പ്രദേശങ്ങൾ. ഏറ്റവും അവിടുത്തെ 3 പഞ്ചായത്തുകൾ, തിരുനെല്ലി പഞ്ചായത്തിന്റെ കിഴക്കൻ പ്രദേശം, മുള്ളംകൊല്ലി പഞ്ചായത്തും പുൽപ്പള്ളി പഞ്ചായത്തും പൂർണ്ണമായും, പൂതാടി പഞ്ചായത്തിന്റെ നല്ലൊരു ഭാഗവും വരൾച്ച ബാധിത പ്രദേശമായിട്ടുള്ള രൂപത്തിലേക്ക്. അതായത് ഇവിടെയൊക്കെ ഈ അതിർത്തിയായിട്ടുള്ള ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിൽ 4500 മില്ലിമീറ്റർ മഴ കിട്ടുന്ന സമയത്ത് ഒരു വർഷം കേവലം 1200 മില്ലിമീറ്റർ മഴ മാത്രമേ പുൽപ്പള്ളി, മുള്ളംകൊല്ലി പ്രദേശങ്ങൾ, അതായത് കടുത്ത വരൾച്ചയും ശുദ്ധജലക്ഷാമവും അനുഭവിക്കുന്ന പ്രദേശങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളാണ് സുരക്ഷിതമായിട്ട് ജനങ്ങൾക്ക് താമസിക്കാനായിട്ട് കണ്ടെത്തേണ്ടതായിട്ട്. ഇതാണ് വയനാടിന്റെ ഏറ്റവും വലിയ ക്രൈസിസ്. 2018-ലും 2019-ലും ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടായ സമയത്ത് ഇവരെ മാറ്റി പാർപ്പിക്കുന്നതിനായിട്ട്, പുനരധിവസിപ്പിക്കുന്നതിനായിട്ടുള്ള ഭൂമി കണ്ടെത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നു. പല എസ്റ്റേറ്റുകളും ഭൂമി വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞെങ്കിലും അത് നേരിട്ട് പരിശോധിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക്, അന്നത്തെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്കറിയാം, പലതും അതിന്റെ അവസാന ഘട്ടമെത്തുമ്പോഴേക്കായിരിക്കും പലതിനും നിയമപരമായിട്ട് തടസ്സങ്ങൾ, കേസുകളും മറ്റു പല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. വയനാടിന്റെ വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അവർക്ക് ഇന്ന് വല്ല ജനനിബിഡമായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.
അതിനൊപ്പം തന്നെയാണ് നമ്മുടെ കുഞ്ഞിക്കണ്ണൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നിർമ്മാണങ്ങൾ, റിസോർട്ട് തുടങ്ങിയിട്ടുള്ള രൂപത്തിലേക്കുള്ള കയറി വന്നിട്ടുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തനം, ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോളം വരുന്ന റിസോർട്ടുകളുടെ നിർമ്മാണം പല മേഖലകളിലുമായിട്ട് വന്നിരിക്കുന്നു. ഭൂമി വയനാട് പൂർണ്ണമായിട്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രൂപത്തിലേക്ക് മാറി. ഇവരുടെ തൊഴിൽ, ഈ മാറ്റി പാർപ്പിക്കപ്പെട്ടവരുടെ തൊഴിലിന്റെ ഒരു സുരക്ഷിതത്വം, അവരുടെ കൃഷി എന്ന് പറയുന്നത് ഭൂമി വളരെ റയറായി, വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇവർക്ക് ഉള്ളൂ. ആ കൃഷിയെ ആശ്രയിച്ചിട്ട് ഉപജീവനം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങളെത്തി. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ തൊഴിൽ സംരംഭങ്ങളുടെ, തൊഴിൽ മേഖലകളുടെ ഒരു സാധ്യതകൾ കൂടി ഈ റീബിൽഡ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.